അടിപൊളിയായിരുന്നു. നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അടിയിൽ കൂടെ നടക്കുക, കടലിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ടണലാണിത്. നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ, കാരണം ഫുള്ള് AC ആണ്. ഏത് ലോകത്താ? വെക്കേഷൻ അടിച്ചു പൊളിക്കാം. നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ വലിയൊരു മറൈൻ എക്സ്പോ നടക്കുകയാണ്. അതായത് കടൽ കൊട്ടാരം തന്നെ. റഷ്യൻ സുന്ദരിയായ ഒരു മത്സ്യ കന്യകയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ മെയിനായിട്ടുള്ളത് മത്സ്യങ്ങളാണ്. മത്സ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കടലിനിടയിലെ അത്ഭുത കാഴ്ചകൾ. നമ്മൾക്ക് കടലിനുള്ളിലൂടെ പോയി പോലും മത്സ്യത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ നമുക്കത് ഇവിടെ നേരിട്ട് കാണാൻ കഴിയും. അതിലുപരി നമുക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ എൻട്രൻസിൽ ഒരു കടൽ കൊട്ടാരം കാണാം. അതിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് മത്സ്യങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ ഈ കടൽ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, ബാ. ഹലോ, നമസ്കാരം. നമ്മുടെ ഇത് കൊട്ടാരമാണ്, കടൽ കൊട്ടാരം. ഇതിനെക്കാട്ടി അപ്പുറം നമുക്ക് ഉള്ളിലേക്ക് പോയാൽ ഇവിടാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ, മറൈൻ എക്സ്പോയുടെ. ഇത് നമുക്ക് ഒരു സൈഡിലായിട്ട് നമ്മുടെ ഫുള്ളായിട്ട് അക്വേറിയമാണ്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഒരു 200-250 അടിയോളം അണ്ടർ വാട്ടർ ടണൽ. ഫുൾ AC ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേ കൂട്ട് ആസ്വദിച്ച് കണ്ട് 1-2 മണിക്കൂർ ചെലവഴിച്ച് പോവാം. ഇത് 100 രൂപയുള്ളൂ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യകന്യൻ. പറയാൻ വയ്യ, കാരണം നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് റഷ്യൻ ആർട്ടിസ്റ്റുകൾ, അതിസുന്ദരികളായ 2 ആർട്ടിസ്റ്റുകളാണ്. അവരെ കാണാൻ വെയിറ്റ് ചെയ്യും. 10 മണിക്ക് തന്നെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കും. കൗണ്ടർ തുടങ്ങുന്ന 11 മണിയാണെങ്കിലും 10 മണി തൊട്ടേ ഈ കന്യയെ കാണാനാണ്. കഴിഞ്ഞിട്ട് പോകുമ്പം നമുക്ക് 80 സ്റ്റോളുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും മേടിക്കുക. ഫർണിച്ചേഴ്സ്, മിഠായികൾ, പഴയകാല മിഠായികൾ, നമ്മളൊക്കെ കണ്ട് മറന്നുപോയ മിഠായികൾ, അലുവകൾ, വിവിധതരം അലുവ, വീട്ടിലെ കിച്ചൻ ടൂള്, ചെരുപ്പുകൾ, ഗുജറാത്തി ഐറ്റംസ്, അങ്ങനെയുള്ള ബാഗ്സ്, ചെരുപ്പുകൾ, വെറൈറ്റി ചെരുപ്പുകൾ, ബുക്ക് സ്റ്റോൾ, ഫുഡ് കോർട്ടുണ്ട്. മെയിനായിട്ട് വെളിയിൽ പോയി കഴിക്കണ്ട, ഫാമിലിയായിട്ട് ഇവിടുന്ന് എൻജോയ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫാമിലി ഗെയിംസ് ഉണ്ട്. ഹൈടെക് ആയിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക്, ജെയിൻറ്റ് വീൽ, ഡ്രാഗൻ, കൊളംബസ്, ബോൺസി, പിള്ളേർക്ക് കളിക്കാനുള്ള ബോൺസി, മഹാരാജ ട്രെയിൻ, ജമ്പിങ്, അങ്ങനെയുള്ള ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് 100 രൂപ കൊടുത്ത് നഷ്ടമായിട്ട് തിരിച്ചു പോകേണ്ടില്ല. എനിക്ക് മീനുകളെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ മെർമെയ്ഡാണ് സ്പെഷ്യൽ, ഇഷ്ടപ്പെട്ടു. സൂപ്പർ. പിന്നെ അടിപൊളി പിന്നെ ഭയങ്കരമായിട്ട് വേണ്ട. ഇത് ഈ ഒരിക്കലും ഇല്ല, ഇത് ഭയങ്കര ഫാന്റാസ്റ്റിക്, വെരി ഫാന്റാസ്റ്റിക്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്, അടിച്ചു പൊളിച്ചു. കയറിയപ്പം തന്നെ നല്ലൊരു അനുഭവം. കുറേ ഫിഷിനെ കണ്ടു, പല വെറൈറ്റിയുള്ള ഫിഷിനെ കണ്ടു. അതുപോലെ തന്നെ മത്സ്യകന്യക അത് കണ്ടു. ഓക്കെ, നല്ല അടിപൊളി പരിപാടി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ബുക്ക് സ്റ്റാള്, കാര്യങ്ങൾ എല്ലാം കൊണ്ടൊരു വെറൈറ്റി, ഒരു നല്ലൊരു ടൈം പാസ്. വെക്കേഷൻ അടിച്ചു പൊളിക്കാം. ഓക്കെ, സ്റ്റോളൊക്കെ നല്ലതാണ്. എല്ലാ സ്റ്റോളും ഞങ്ങൾ കയറി കണ്ടുവരുവാണ്. കുഴപ്പമില്ല, എല്ലാം കിട്ടും. നമുക്ക് പെറ്റ്സിനെ ദേഹത്ത് വെച്ച് സെൽഫി എടുക്കാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിദേശത്തുനിന്ന് വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇതിപ്പം ഗ്രീൻ ഇഗ്വാനയാണ്. ഒരു 4.5 അടിയോളം നീളമുണ്ട്. നമ്മൾ 1/2 അടിയോളപ്പോൾ എടുത്ത് ഇത്രയും വർഷം, ഒരു 4 വർഷത്തോളം വളർത്തി ഇത്രയും വലുതാക്കി എടുത്തത്. ഇതൊരു 6 അടി വരെ വരും. തിരുവല്ല സീ വേൾഡ് മുനിസിപ്പൽ ഗ്രൗണ്ട്. എല്ലാവരും എത്തുക.